CAG പറഞ്ഞിരിക്കുന്ന ഒരു ഒരു വിമർശനമുണ്ട് ഗവൺമെന്റിനെ പറ്റി. കടമെടുക്കുന്നത് സാമ്പത്തിക ശാസ്ത്രപ്രകാരവും ഏത് നീതിശാസ്ത്രപ്രകാരവും കടമെടുക്കുന്നത് മൂലധന, അതായത് എന്തെങ്കിലും കാര്യക്ഷമമായ ചെലവിന് വേണ്ടിയായിരിക്കണം ആരും കടമെടുക്കുന്നത്. പക്ഷേ കേരളത്തിൽ കടമെടുത്താൽ 87% റവന്യൂ ചെലവിനായിട്ട് ചെലവഴിക്കുന്നു, മാറ്റിവെക്കേണ്ടി വരുന്നു എന്നാണ് CAG ക്രിട്ടിസൈസ് ചെയ്തത്. എന്ന് വച്ചാൽ കടമെടുക്കുന്ന പണമെടുത്ത് ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കുന്നു എന്നർത്ഥം. അതല്ലാതെ മൂലധന ചെലവിന് ചെലവഴിക്കുന്നില്ല. അപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം 2016-17 ബജറ്റിൽ ഡോക്ടർ ഐസക് ഡിക്ലയർ ചെയ്ത കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി ഇതുവരെ സ്വപ്നത്തിൽ മാത്രം കിടക്കുകയാണ്. ഇനിയും എത്ര വർഷം കഴിഞ്ഞാലാണ് അത് സത്യമായി തീരുക? അതൊന്ന്. രണ്ട്, റബ്ബർ കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടി സിയാൽ മോഡലിൽ ഒരു റബ്ബർ കമ്പനി കൊണ്ടുവരും എന്ന് പറഞ്ഞു. വാല്യൂ അഡീഷനും മറ്റുമൊക്കെ നടത്തി ഇന്റർനാഷണൽ മാർക്കറ്റ് പിടിക്കത്തക്ക ശക്തിയുള്ള ഒരു കമ്പനി സിയാൽ, നമുക്കറിയാം സിയാൽ നല്ല ലാഭത്തിൽ ഓടുന്ന ഒരു കമ്പനിയാണെന്ന്, അതുപോലെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. ആ ബജറ്റിൽ തന്നെ ഡോക്ടർ ഐസക് പറഞ്ഞു 1 ലക്ഷം മുളം തൈകൾ നട്ടുപിടിപ്പിക്കുമെന്ന്. അങ്ങനെ നട്ടുപിടിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കാട്ടാന കയറി മനുഷ്യരെ തുമ്പിക്കൈക്ക് അടിച്ച് വീഴ്ത്തുകയില്ലായിരുന്നു. കാരണം അവ തീറ്റ തേടി വരുമ്പോഴാണ് മനുഷ്യരെ മുൻപിൽപ്പെട്ട് കൊല്ലേണ്ടി വരുന്നത്. അപ്പൊ അത് നടന്നിട്ട് അങ്ങനെ എത്രയെത്ര കഥകളാണ്, എത്രയെത്ര കാര്യങ്ങളാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതൊക്കെ നടക്കാത്തത് മൂലധന ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട്, കുറഞ്ഞ് ഈ CAG പറഞ്ഞത് സത്യസന്ധമാണ് എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ഒരു വശത്ത് ശമ്പള പരിഷ്കരണം നടത്തിയിട്ടും കുടിശ്ശികയായിട്ട് കിടക്കുക, ശമ്പളം കിട്ടേണ്ടവർക്ക് ആ വർധനവ് ലഭ്യമായിട്ടില്ല. മറുവശത്ത് അതിന്റെ പലിശയും അതും ഇതും ഒക്കെ, അതായത് റവന്യൂ ചെലവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് കൊണ്ട് മൂലധന ചെലവൊന്നും നടക്കുന്നില്ല. ഇതാണ് CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആഗ്രഹിക്കുന്നത്, ഇപ്പൊ 6ാമത്തെ വർഷമായപ്പോഴേക്കും ബാലഗോപാൽ നമ്മുടെ ധനമന്ത്രി പറയുന്നുണ്ട് കുടിശ്ശികയൊക്കെ ഈ വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന്. അങ്ങനെ അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക, ഈ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കൊടുക്കാൻ ഇനിയും 6 വർഷമൊക്കെ പിടിച്ചേക്കുമായിരിക്കും. അതിനു മുമ്പായിട്ട് അടുത്ത ശമ്പള പരിഷ്കരണം എന്ന പേരിലും വരും. അപ്പൊ ഇതിനൊരു പരിഹാരം കാണാൻ എന്താ ചെയ്യേണ്ടത്? ശമ്പള പരിഷ്കരണം മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ 10 വർഷത്തിലൊരിക്കലാക്കി മാറ്റിയാലോ? മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവർക്ക് ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല 10 വർഷം. അതിന് കേന്ദ്ര പാരിറ്റി കൊണ്ടുവരണം. ഈ കേരളത്തിൽ തന്നെ കേന്ദ്ര ജീവനക്കാരായിട്ട് പ്രവർത്തിക്കുന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞിരിക്കുന്നത് അവര് സംസ്ഥാന ജീവനക്കാരേക്കാൾ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട നേട്ടങ്ങൾ കൊയ്യുന്നവരാണ് കേന്ദ്ര സർവീസിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു കമ്മീഷനെ വെച്ച് ആ കേന്ദ്ര പാരിറ്റിയോടുകൂടി 10 വർഷ ശമ്പള പരിഷ്കരണം എന്ന അതിലേക്ക് എത്തിച്ചേരാൻ ഒരു പഠനം നടത്തുക. ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്കോ എയ്ഡഡ് സെക്ടറുകാർക്കോ യാതൊരു നഷ്ടവും വരുന്നില്ല, ലാഭം മാത്രമേ അതുകൊണ്ട് ഉണ്ടാകൂ എന്ന് വരുന്ന പക്ഷം അത് സർക്കാർ ജീവനക്കാർ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചു കഴിയുമ്പോൾ ഈ 5 വർഷ ശമ്പള പരിഷ്കരണം 10 വർഷ ശമ്പള പരിഷ്കരണമാക്കി മാറ്റുക. അങ്ങനെ മാറ്റുമ്പോഴുള്ള ഗുണം എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായോ? നോക്കൂ, ഇപ്പൊ 5 വർഷ ശമ്പള പരിഷ്കരണം നടത്തിയിട്ട് ഈ 6ാമത്തെ വർഷമായിട്ടും ആ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പാവപ്പെട്ട ജീവനക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇനി 10 വർഷം ആക്കി കഴിഞ്ഞാലും ആദ്യത്തെ 6 വർഷം കൊണ്ട് കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് വെച്ചോളൂ. പിന്നത്തെ 4 വർഷം ഒരു കുടിശ്ശികയും കൊടുക്കാനില്ല. നമ്മുടെ വ്യവസായ ഇടനാഴിയാകട്ടെ, മന്ത്രി രാജീവ് പറഞ്ഞ ബയോ പാർക്കാകട്ടെ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആകട്ടെ, ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ധാരാളം മൂലധന ചെലവിന് വേണ്ടി റോഡും പാലവും എല്ലാം സമയത്ത് കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേയിൽ ഒക്കെ സംഭവിക്കുന്നത് പോലെ സംഭവിക്കാതെ നല്ല പക്ക റോഡുകളും പാലങ്ങളും എല്ലാം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള റിസോഴ്സസ് ഉണ്ടാകും. അങ്ങനെ റിസോഴ്സസ് ഉണ്ടായി നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ച ഒരു വശത്ത്, മറുവശത്ത് സംസ്ഥാന ജീവനക്കാർക്ക്, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നത് പോലെയുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ശമ്പളവും കൃത്യസമയത്ത് കിട്ടുക, കുടിശ്ശികയില്ലാതെ. അതല്ലേ തീർച്ചയായിട്ടും ഈ 5 വർഷ ശമ്പള പരിഷ്കരണം. അതുകൊണ്ട് ആരൊക്കെയാണ്? സർക്കാർ ജീവനക്കാർക്കും ഗതിയില്ല, നമ്മുടെ സംസ്ഥാനത്തിനും ഗതിയില്ല. സംസ്ഥാനത്തിന്റെ എല്ലാ പദ്ധതികളും ഊരാക്കുടുക്കിൽ പെടുന്നു. അവസാന സംസ്ഥാനവും കടക്കണിയിലേക്ക് പോവുകയാണ്.
അപ്പൊ എന്താ ഈ 5 വർഷ ശമ്പള പരിഷ്കരണം എന്ന് തന്നെ പറഞ്ഞ യൂണിയനുകൾ അവരവരുടെ അണികളെ വേണ്ട രീതിയിൽ ബോധവൽക്കരിക്കുന്നില്ല. യൂണിയനുകൾ തന്നെ പഠിക്കണം. 5 വർഷ ശമ്പള പരിഷ്കരണമാണോ 10 വർഷ ശമ്പള പരിഷ്കരണമാണോ കരണീയം? ഏതാണ് ഈ സമൂഹത്തെ സേവിക്കാനാണ് സംസ്ഥാന ജീവനക്കാരായിട്ട് ഇരിക്കുന്നത്. അപ്പൊ സമൂഹത്തെ സേവിക്കാൻ പറ്റുന്നുണ്ടോ ഈ തരത്തിൽ 5 വർഷ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് ധനപ്രതിസന്ധിയുടെ ആക്കം കൂട്ടി അതിൽ വീണ്ടും വീണ്ടും ആണിയടിക്കുന്ന സമ്പ്രദായവുമായിട്ട് പോയാല് അതുപോലെ സർക്കാരും ചിന്തിക്കണം. സർക്കാർ ജീവനക്കാരും ജനക്ഷേമത്തിനാണോ? അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മാറ്റം വരണ്ടേ? അപ്പൊ ഈ മാറ്റം വരുത്തുന്നത് 2 കൂട്ടർക്കും ഗുണമാണ്. ജനക്ഷേമത്തിനും നല്ലതാണ്, സംസ്ഥാനത്തിന്റെ എല്ലാവിധ വളർച്ചയ്ക്കും നല്ലതാണ്, സംസ്ഥാന ജീവനക്കാർക്ക് നഷ്ടം ഒന്നും വരുന്നുമില്ല. ആ തരത്തിൽ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിലേക്ക് പോയി കൂടെ. പക്ഷെ അതിൽ ചിന്തിക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും ഇഷ്ടമില്ല. എന്താ കാരണം എന്നറിയാമോ? എല്ലാ 5 വർഷവും വരുമ്പോൾ ശമ്പള പരിഷ്കരണം കൊടുത്താല് 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും എയ്ഡഡ് സെക്ടർ ജീവനക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒക്കെ വോട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് വരുമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പക്ഷെ നമുക്കറിയാം, ഈ കഴിഞ്ഞ തവണ മാത്രമാണ് LDFന് ഒരു തുടർച്ച കിട്ടിയത്. ആ തുടർച്ച കിട്ടിയത് ഇവിടെ ആര് പറയുന്ന കാരണങ്ങൾ കൊണ്ടല്ല, ഗവൺമെന്റിന്റെ മഹത്വം കൊണ്ടൊന്നും കിട്ടിയതല്ല. അതായത് UPA ഗവൺമെന്റ് 2013 കൊണ്ടുവന്ന ഒരു നിയമമുണ്ടല്ലോ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ 68% ജനങ്ങൾക്ക് ഭക്ഷണം ഫ്രീ ആയി കൊടുക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 തരം പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ്, അരി, ആട്ട, പഞ്ചസാര, ഭക്ഷ്യ എണ്ണ, ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ആക്ടിലെ നിയമം. പ്രതിസന്ധി ഘട്ടമുണ്ടായി, കോവിഡ്. ആ കോവിഡ് കാലത്ത് അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് സുഭിക്ഷമായി കിട്ടിയ ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ആക്കി മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന്. ജനങ്ങൾ യഥാർത്ഥത്തിൽ അത് വിശ്വസിച്ചു. സഖാക്കൾ കിറ്റുമായി വീടാന്തരം കയറി ചെന്ന് ഇത് പിണറായി വിജയൻ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചു. അങ്ങനെയാണ് ഒരു 2ാം വരവുണ്ടായത്. അത് പിണറായി വിജയൻ ചെയ്ത എന്തെങ്കിലും ഇവിടുത്തെ സഖാക്കൾ, അതായത് ഇത് കിറ്റാക്കി കൊടുത്തതിന് വേണ്ട പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞ് റേഷൻ കടക്കാർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സമര ആഹ്വാനം നടത്തുന്നത് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും. ഇതാണ് പിണറായി വിജയനെ വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ഘടകം. അതല്ലാതെ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി നവകേരള സൃഷ്ടിയൊന്നും നടത്തിയിട്ടല്ല. അതായത് നവകേരള റൂം ഫോർ റിവർ എന്നും പറഞ്ഞ് കുട്ടനാടിനെ പരിരക്ഷിക്കാൻ വേണ്ടി നമുക്കറിയാം നെതർലാൻഡ്സിൽ പോയത്. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോഴും ഒരു മഴ പെയ്താല് കുട്ടനാട് വെള്ളക്കെട്ടിൽ തന്നെ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നവകേരള സൃഷ്ടിയോ ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ടൊന്നുമല്ല 2ാം ഭരണം കിട്ടിയത്. അപ്പം ഈ 2ാം ഭരണം കിട്ടിയതുപോലെ 3ാം ഭരണവും കിട്ടണമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഈ ശമ്പള പരിഷ്കരണം എന്ന മാതൃക വീണ്ടും പുതുക്കിയെടുത്തിരിക്കുന്നത്. എല്ലാ ഗവൺമെന്റുകളും, അതായത് UDF ആകട്ടെ LDF ആകട്ടെ ഏത് ഗവൺമെന്റും ആകട്ടെ, കേരളത്തില് ഈ 5 വർഷ ശമ്പള പരിഷ്കരണം എന്ന തന്ത്രം പയറ്റുന്നു. സർക്കാർ ജീവനക്കാർക്കും അറിയാം, ഗവൺമെന്റിനും അറിയാം ധനപ്രതിസന്ധി തുടരുമെന്ന്. പക്ഷെ എലക്ഷൻ ജയിച്ചു വരാൻ പറ്റുമെന്നാണ് കരുതുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ 2ാം മുഴം ഒറ്റയടിക്ക് കൊടുത്ത ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാ സമയത്തും ഈ പ്രതീക്ഷയോട് കൂടിയാണ് ശമ്പള പരിഷ്കരണം എല്ലായ്പ്പോഴും നടത്തുന്നത്. ആ പ്രതീക്ഷയൊക്കെ മാറ്റിവെച്ച് ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ചിന്തിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഒത്തുചേർന്ന് ഒരു തീരുമാനമെടുക്കുക. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിലും 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം മതി. അതുകൊണ്ട് ഒരു തരത്തിലും ജീവനക്കാരെയോ എയ്ഡഡ് സെക്ടർ ജീവനക്കാരെയോ ദ്രോഹിക്കുവാനല്ല, ഈ സംസ്ഥാനത്തിന്റെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്. അപ്പോഴാണ് ഡെമോക്രസി ജനക്ഷേമത്തിലേക്ക് നയിക്കുന്ന ഒരു ഭരണ മാതൃകയായി തീരുക.